മുന്നും പിന്നും നോക്കിയില്ല. തുലാപ്പെയ്ത്ത് കോരിച്ചൊരിയുമ്പോൾ നാട് റോട്ടിൽ. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എന്ന MLA. അനുവാദമില്ലാതെ വികസന സദസ്സിന് ചാണ്ടി ഉമ്മന്റെ പേരും ചിത്രവും ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്ഥലം MLAയുടെ പ്രതിഷേധം. ബഹിഷ്കരിച്ച പരിപാടിയിലാണ് തന്റെ ചിത്രം വെച്ചിരിക്കുന്നതെന്നും ചാണ്ടി പറഞ്ഞു. അതുമാത്രവുമല്ല, നിർമ്മാണം പൂർത്തിയാകാത്ത മിനി സിവിൽ സ്റ്റേഷന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിച്ചുകൊണ്ട് വോട്ട് പെട്ടിയിലാക്കാനുള്ള ഗൂഢശ്രമമാണിപ്പോൾ ചാണ്ടി ഉമ്മൻ മന്ത്രിമാരടക്കമുള്ളവർക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തത്. ഇവിടെ ഒരു കാര്യം കൂടി ചാണ്ടി ഉമ്മൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത 1 കോടി രൂപയല്ലാതെ 1 രൂപ പോലും നിലവിലെ സർക്കാർ നൽകിയിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലം സിവിൽ സ്റ്റേഷന് തടസ്സം നിന്നത് സംസ്ഥാന സർക്കാരാണ്. 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകാതിരിക്കെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി 2ാം ഘട്ട ഉദ്ഘാടനം നടത്തുകയാണ്. പുതുപ്പള്ളിയെ അവഗണിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഒരു പരിപാടിയിലേക്കും MLAയെ വിളിക്കാറില്ല. 2 മന്ത്രിമാർ വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത്തവണ ജോബ് മൈക്കിളാണ് ഉദ്ഘാടകൻ. ഇതിപ്പോൾ തുടർ പരമ്പരയായതുകൊണ്ടാണ് പ്രതിഷേധിക്കേണ്ടി വന്നത്. തലപ്പാടി ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു കല്ല് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. ഏറ്റുമാനൂരുമായി ബന്ധിപ്പിക്കുന്ന അയർകുന്നത്തെ പാലത്തിൽ ഇപ്പോഴുമുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാപിച്ച തൂണുകൾ തന്നെയാണ്. ഒരു കല്ലെടുത്ത് വെക്കാൻ അനുവദിച്ചിട്ടില്ല. ഇതാണ് പുതുപ്പള്ളിയുടെ അവസ്ഥ. ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പിതാവിനെ അപമാനിക്കുന്നതിനെതിരെ ഒരു മകന്റെ പ്രതിഷേധം കൂടിയാണിതെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ പിതാവിന്റെ പേരിട്ടുകൊണ്ട് ഒരു സിവിൽ സ്റ്റേഷൻ വന്നു എന്നാ പറയുന്നത്. ആ സിവിൽ സ്റ്റേഷന് എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്ത 1 കോടി രൂപയല്ലാതെ ഈ സർക്കാർ 1 രൂപ ചെലവഴിച്ചിട്ടില്ല. 9 വർഷക്കാലം ഇതിന്റെ തടസ്സം ആരാന്ന് ചോദിച്ചാൽ ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ആ സിവിൽ സ്റ്റേഷനെ അനക്കാൻ വിട്ടിട്ടില്ല. ഇന്ന് ഇലക്ഷൻ എടുത്തപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ നിന്ന് 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം, 1ാം ഘട്ടം എവിടെ? 1ാം ഘട്ടം നിങ്ങൾ ആ വീഡിയോ എടുത്ത്, നിങ്ങൾ ഏഷ്യാനെറ്റുകാർ ആ വീഡിയോ എടുത്ത് കാണിക്കണം കേരളത്തിലെ ജനങ്ങളെ. എന്താണ് പുതുപ്പള്ളിയോട് അവഗണന എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2 വർഷമായി ഏത് പരിപാടി എടുത്താലും MLA ഇല്ല. 2 മന്ത്രിമാരെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവിടെ ഒഴിവാകും. ഇന്നിപ്പോ ജോബ് മൈക്കിളിനെ വിളിച്ചാണ് ഉദ്ഘാടനം. ഈ തരത്തിൽ ഇതൊരു തുടർ പരമ്പരയായി നിൽക്കുന്നു. എനിക്കിത് പ്രതിഷേധിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് തുടർ പരമ്പരയാണ്. നിങ്ങൾ തൊട്ടപ്പുറത്തെ ആ തലപ്പാടി ഹോസ്പിറ്റൽ നോക്കണം. കേരളത്തിലെ എല്ലാ കോവിഡ്, ആദ്യത്തെ കോവിഡിന് 4 ലക്ഷം ടെസ്റ്റ് നടന്ന സ്ഥലമാണ്. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഉദ്ദേശിച്ചാണ്. ഒരു കല്ലെടുത്ത് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പുറത്തൊരു പാലമുണ്ട്, ഏറ്റുമാനൂരുമായിട്ട് കണക്ട് ചെയ്യുന്ന അയർക്കുന്നത്തെ പാലം. ആ പാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വിട്ട പില്ലേഴ്സ് മാത്രം, അവിടുന്ന് ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. ഇതാണ് പുതുപ്പള്ളിയുടെ അവസ്ഥ. ഞങ്ങൾ ബഹിഷ്കരിച്ച ഒരു പരിപാടി എന്റെ ഫോട്ടോ വെക്കുക, എന്നിട്ട് ആൾക്കാർ വീഴുക. അപ്പൊ നോക്കുമ്പോൾ MLA ഇല്ല, ഇവിടെ വരുമ്പോൾ MLA ഇല്ല. ഇപ്പൊ ഞാൻ പ്രതിഷേധിച്ചുകൊണ്ടാണ് പലരും ഇറങ്ങിപ്പോയത്. ഇപ്പൊ CPI മന്ത്രി ശ്രീ രാജൻ, CPIക്കാർക്ക് വലിയ വിലയില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞങ്ങള് അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ അവിടെയും അനക്കമില്ല. എന്റെ പിതാവിനെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിവിൽ സ്റ്റേഷൻ നോക്കൂ, അദ്ദേഹം കൊടുത്ത 1 കോടി അല്ലാതെ ഈ സർക്കാർ 1 രൂപ കൊടുത്തിട്ടുണ്ടോ? ഇല്ല.